പാലക്കാട് നഗരസഭ വളപ്പിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞെന്ന് ആരോപിച്ച് പാലക്കാട് മുന്നോട്ട് പ്രവർത്തകർക്കെതിരെ ടൗൺ സൗത്ത് പോലീസ് എടുത്ത കേസിലെ മുഴുവൻ പേരെയും പാലക്കാട് 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വെറുതെ വിട്ടു. ഡോക്ടർ എം.എൻ. അൻവറുദ്ദീൻ, പി. വിജയൻ, കെ.എം. പ്രേംകുമാർ, എ.എച്ച്. അബ്ദുൽ ജലീൽ, വള്ളത്തോൾ മുരളീധരൻ, പാണ്ടിയോട് പ്രഭാകരൻ എന്നിവരെയാണ് കുറ്റവിമുക്തരാക്കിയത്. 2017 വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കില്ലെന്ന് പാലക്കാട് മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിരുന്നു. ഇതിനെതിരെ പാലക്കാട് മുന്നോട്ട്, കോളനി അസോസിയേഷൻസ് ഓഫ് പാലക്കാട്, ക്യാപ് അപ്പാർട്ട്മെന്റ്സ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് പ്രതീകാത്മകമായി കുപ്പത്തൊട്ടി ജാഥ സംഘടിപ്പിച്ചിരുന്നു. സംഘടനാ പ്രവർത്തകർ സമാധാനപരമായി ധർണ നടത്തുക മാത്രമാണ് ചെയ്തതെന്നും മാലിന്യം വലിച്ചെറിഞ്ഞിട്ടില്ലെന്നും സംഘടന വാദിച്ചു. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ അഴിമതിക്കെതിരെ നിരന്തരം ശബ്ദിക്കുന്നതുകൊണ്ടാണ് പാലക്കാട് മുന്നോട്ടിനെതിരെ കേസെടുത്തതെന്ന് പ്രവർത്തകർ പറഞ്ഞു. പാലക്കാട് മുന്നോട്ടിന് വേണ്ടി അഡ്വക്കേറ്റ് എ.വി. രവി ഹാജരായി. 2017 പാലക്കാട് മുനിസിപ്പാലിറ്റി വീടുകളിൽ നിന്ന് ജൈവ മാലിന്യങ്ങളോ അജൈവ മാലിന്യങ്ങളോ ഒന്നും ശേഖരിക്കില്ല എന്നൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അപ്പോൾ ഇതിനെതിരായി പാലക്കാടുകാരുടെ പ്രതിഷേധം എന്ന നിലയ്ക്ക് പാലക്കാട് മുന്നോട്ട് സംഘടനയും കോളനി അസോസിയേഷൻ ഓഫ് പാലക്കാട്, കോൺഫെഡറേഷൻ ഓഫ് അപ്പാർട്ട്മെൻറ്റ്സ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു കുപ്പത്തൊട്ടി ജാഥ സംഘടിപ്പിച്ചിരുന്നു. ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്നും പാലക്കാട് മുനിസിപ്പാലിറ്റി വരെയുള്ള ഒരു ജാഥയായിരുന്നു. അതിൽ ഞങ്ങൾ പ്രതീകാത്മകമായിട്ട് മേട്ടുപ്പാളയം സ്ട്രീറ്റിലെ പൂക്കടകളിൽ നിന്ന് ശേഖരിച്ച പൂവിൻ്റെ വേസ്റ്റ് ഒരു അട്ടപ്പെട്ടിയിലാക്കി തലയിൽ ചുമന്നുകൊണ്ടാണ് ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിലേക്ക് ജാഥ നടത്തിയത്. അവിടെ പോയി ധർണ നടത്തി പിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. മാലിന്യം അവിടെ വിതറുകയോ അല്ലെങ്കിൽ അവിടെ വൃത്തികേടാക്കുകയോ ഒന്നും ഞങ്ങൾ ചെയ്തിരുന്നില്ല. പക്ഷേ നിരന്തരം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ അഴിമതിക്കെതിരെ ശബ്ദിക്കുന്ന സംഘടന എന്നുള്ള നിലയിൽ ചില കൗൺസിലർമാർക്ക് ഞങ്ങളോട് എതിർപ്പുണ്ടായി. അവർ പോലീസിനെ സ്വാധീനിച്ച് നിർബന്ധിച്ച് ഞങ്ങൾക്കെതിരെ ജാമ്യമില്ലാ കേസെടുക്കുകയായിരുന്നു. അങ്ങനെ 2017 ചാർജ് ചെയ്ത കേസ് 2025 വരെ നീണ്ടു. 8 വർഷത്തോളം ഞങ്ങൾ കോടതി കയറിയിരുന്നു. അവസാനം ഞങ്ങൾക്കെതിരെ തെളിവില്ലെന്ന് കണ്ട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഞങ്ങളെ 5 പേരെയും വിട്ടയക്കാനുണ്ടായത്.